ലാംഗ്വേജ് പ്രോബ്ലം ആണോ? മലയാളം അറിയില്ലേ? കുഴപ്പമില്ല, ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ സംസാരിക്കാലോ. എന്താ ചൂട് ഇവിടെ. ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇന്നത്തെ രാത്രിയൊക്കെ ഒരുമാതിരി ഉറക്കമായിരുന്നു. ഇവിടെ പുറത്ത് ഇപ്പോൾ 20 ഡിഗ്രി, കാര്യം 28 ഒക്കെയാണ് മാക്സിമം, 30 മാക്സിമം. നമ്മൾ അതിലും കൂടുതലൊക്കെ നാട്ടിലുണ്ട്. പക്ഷെ വീടിൻ്റെ അകത്ത് തീ പോലെയാണ്. കഴിഞ്ഞ വർഷം സമ്മറിൽ ഞങ്ങളൊരു വിൻഡോ AC വെച്ചായിരുന്നു. പക്ഷെ അത് പിന്നെ കേടായത് കളഞ്ഞു, പിന്നെ വെച്ചിട്ടില്ല. മിക്കവാറും അത് പറഞ്ഞാൽ വെക്കേണ്ട ഒരു അത്ര ചൂട്. എന്തെങ്കിലും നമുക്ക് മുട്ട കഴിക്കാം. വയ്യോ, ഇന്ന് ഉച്ചത്തേക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാളൻ കറി ഉണ്ടാക്കി. കാളൻ എന്നല്ലേ പറയണേ, കായും തൈരൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ കാളൻ കറി ഉണ്ടാക്കി, മീൻ വറുത്തതുണ്ട്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അത് കൂട്ടി കഴിക്കാം. മുട്ട കഴിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒരു എന്താ പറയുക, ഒരു കൃഷിസ്ഥലമുണ്ട്, കൃഷിയിടം. അത് കാണാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെയും കാണിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വണ്ടി കൊടുക്കാൻ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഒരു സ്ഥലം കാണിച്ചു തന്നില്ലേ, അവിടെ ഒന്ന് പോകണം. കുറച്ച് നേരം എൻ്റെ അടുത്ത് ചോദിച്ചു, മുട്ടയൊക്കെ എന്നും ഇങ്ങനെ രാവിലെ കഴിച്ച് കഴിയുമ്പോൾ മടുക്കില്ലേന്ന്. സത്യം പറഞ്ഞാൽ ഇല്ല, അത് നമുക്കൊരു ഹെൽത്തിന്, എന്നെ സംബന്ധിച്ചിടത്തോളം സംഭവം നല്ലതാണ്, ഹെൽത്തിനും നല്ലതാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് അതിനെ വലിയ മടുപ്പ് വരാറില്ല കേട്ടോ. പിന്നെ ചില സമയത്ത് എനിക്ക് കഴിക്കാനൊരു മൂഡ് തോന്നാറില്ല. അതെനിക്ക് ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കാൻ തോന്നാറില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ കഴിക്കില്ല. അതൊന്ന് ഇടവിട്ടൊക്കെ ഫുഡൊന്ന് കഴിക്കേണ്ടി വന്നാൽ ജസ്റ്റ് ഒന്ന് ഡൈജഷനൊക്കെ ഒന്ന് പ്രോപ്പർ ആവും. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കങ്ങനെ മുട്ട കഴിക്കണോണ്ട് ഒരു മടുപ്പൊന്നുമില്ല കേട്ടോ. എന്നാൽ പിന്നെ ഒട്ടും സമയം കളയണ്ട, വേഗം റെഡി ആയിട്ട് നമുക്ക് പോവാം. അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടോ. നല്ല വെയിലും ചോലയും, മരങ്ങളുടെ ചോലയും നോക്ക്. ഹായ്, നല്ല രസമല്ലേ? ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബ്ലൂ കളറൊക്കെ ആയിട്ട്. ഹായ്, നല്ല ഭംഗിയല്ലേ? ഇവിടുത്തെ ഒരു ഭംഗി എനിക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹായ്, ഈ വണ്ടി നോക്ക്, മറ്റേ ഡോഡ്ജാന്ന് തോന്നണോ. ഇതാണ് സ്ഥലം. വാവ്, ഇവിടെയൊക്കെ കുറേ ഉണ്ടേ. ഇതൊക്കെ ഓരോന്നിൻ്റെ ചെടികളാണ്. ഇത് കണ്ടോ, ഓരോരുത്തർ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ കുഴിച്ച് വിത്തൊക്കെ പാവി നിൽക്കുവാണ് ഈ സ്ഥലത്ത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു പിള്ളേർക്ക് കളിക്കുന്ന പാർക്ക് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്ലോട്ട് പോലെ കൊടുക്കും. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കും. അപ്പോൾ അവിടെയാണെങ്കിൽ ഇത് കണ്ടോ, ഓരോ കട്ടകൾ ഓരോരുത്തർക്ക് കൊടുക്കും. അപ്പം നമുക്കതിൽ വിത്തുകളൊക്കെ പ്ലാൻ ചെയ്യാം. പക്ഷെ ഞാനിതിൽ രജിസ്റ്റർ ചെയ്യാൻ നോക്കി. രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ 2 വർഷം വരെയാണ് കേട്ടോ വെയിറ്റിംഗ് സമയം കാണിക്കണത്. ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ചെടികളൊക്കെ അവർ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതെനിക്ക് തോന്നുന്നു അപ്പം അത് പുറത്തേക്ക് വെച്ചിട്ടില്ല. പല സാധനങ്ങളുണ്ട്, മുന്തിരി, സ്ട്രോബെറി, ബ്ലൂബെറി, കോഴിയുണ്ട്. കാനഡയിലെ കോഴി. നാട്ടിൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ടൈപ്പ് കോഴികൾ. ഹലോ, ഹേയ്, എന്താ കോഴികളുടെ പവർ! വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ നോക്കിയേ. ലാംഗ്വേജ് പ്രോബ്ലം ആണോ? മലയാളം അറിയില്ലേ? കുഴപ്പമില്ല, ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ സംസാരിക്കാലോ. ഇനി ബബ്ബ മാറ്റി കെം 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 കെം. എവിടെ കമ്മെന്ന് പറഞ്ഞിട്ട് മഞ്ഞില്ല, ബബ്ബന്ന് പറഞ്ഞിട്ട് മഞ്ഞില്ല. ഇപ്പം ഇത് ഏത് ഭാഷയാണ് അവർക്ക് അറിയുന്നത്? ഊഞ്ഞാല കണ്ടു, ഊഞ്ഞാലമ്മ പോയിരിക്കാം. പിന്നെ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വയ്ക്കും അവിടെ. ഇപ്പം ഗുർപ്രീത്, ഈ ഇന്ത്യൻസ് ആണല്ലോ. അതേ അവിടെ ഒരു ജവാൻ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ സ്ഥലത്ത് ഓരോന്നൊക്കെ. ഇതിപ്പോൾ പറഞ്ഞേക്കുന്നത് ഇവിടെ ഡു നോട്ട് പിക്കുന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. ചിലയിടത്ത് നമുക്ക് പിക്ക് ചെയ്യാവുന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് പോകാട്ടോ. എന്താ രസം ഊഞ്ഞാലാടാൻ. നോർത്ത് ഗ്രൂവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ചിന്തിക്കാറുണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ നാട്ടിൽ, ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ കോഴിയുണ്ട്, ആടുണ്ട്, പട്ടിയുണ്ട്. അപ്പം അവിടെയൊക്കെ നമുക്കതൊരു യൂസ്ഡ് ആയിട്ടുള്ള, എല്ലാ വീട്ടിലും കുറഞ്ഞതൊരു പട്ടീനെ ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു കോഴിയെങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ വിചാരിക്കും ഇവിടെയൊക്കെ കാനഡയിൽ ഇപ്പോൾ ഫ്യൂച്ചറിൽ നമ്മുടെ ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോൾ എങ്ങനെ അവരൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു കൃഷിയും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഇത് വളരണത്, അത് കുറച്ചും കൂടി അടിപൊളിയായിരിക്കുമല്ലോ. ഇത് കണ്ടോ, നമുക്ക് നനയ്ക്കാനുള്ള ഒരു ഇതും പിന്നെ അതിൻ്റെ ഒരു ഇതിൽ ഇത്രയും വെള്ളമൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതെടുക്കുക, പിന്നെ നമുക്ക് നനയ്ക്കണമെങ്കിൽ നനയ്ക്കാം. അത് ഇവിടെ ഇങ്ങനെ ഒരു ലിറ്റിൽ ഫ്രീ ലൈബ്രറി ഉണ്ട്. അപ്പോൾ കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ട്, നമുക്ക് വായിച്ചിട്ട് തിരിച്ച് അവിടെ തന്നെ വെച്ചാൽ മതിയാവും. ഇതായിരുന്നു ചെറിയുടെ തോന്നുന്നു. ഇതാണ് ചെറിയുടെ മരം കേട്ടോ. ഇതുണ്ട് വരാട്ടോ. ശരിക്കും പൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പറിച്ച് തിന്നെ. ഇപ്പം ഞാൻ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. ഉള്ളിൽ തന്നെയില്ല, നമുക്ക് ബാൽക്കണി ഒന്നുമില്ല. പിന്നെ ആണെങ്കിൽ തന്നെ ബാൽക്കണി ഉണ്ടെങ്കിൽ തന്നെ വിൻ്റർ ആകുമ്പോൾ മഞ്ഞൊക്കെ വീണ് ആകെ നാശം. അപ്പോൾ ലിമിറ്റഡ് ആണ് പ്ലാന്റ്സ് ഒക്കെ. പിന്നെ പക്ഷിമൃഗാദികളാണെങ്കിൽ തന്നെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പട്ടി അലൗഡല്ല, പൂച്ച അലൗഡാണ്. പക്ഷേ പൂച്ചേനെ വളർത്തിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കില്ല. പട്ടിയാണെങ്കിൽ വളർത്താൻ സമ്മതിക്കില്ല. പിന്നെ അങ്ങനത്തെ പെറ്റ്സുകളൊക്കെ വീണ്ടും അകത്ത് വളർത്തുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഓക്കെ ആണെങ്കിലും ഇപ്പം നമ്മുടെ വീട്ടിൽ വന്ന ചില ഗസ്റ്റുകൾക്ക് അത് ഓക്കെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സ്മെല്ല് കാര്യങ്ങളൊന്നും പറ്റണമെന്നില്ല. അയ്യോ, ഫുള്ള് ബേണായി, ടാൻ അടിച്ചു. പക്ഷെ കുഴപ്പമില്ല, ഐ ലവ് ഇറ്റ്. ഒരു സന്തോഷം. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, ദേശാടനമൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിൽ വരുന്നു, ലഞ്ച് കഴിക്കുന്നു, കുറച്ച് വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം കഴിയുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.